ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മറിയംസ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഈസി ബീഫ് ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 4 കപ്പ് ജീരകശാല അരി. ഏത് കപ്പിലാണോ അരി അളക്കുന്നത് അതേ കപ്പിൽ വേണം വെള്ളമെടുക്കാൻ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. കിസ്മിസ്, കശുവണ്ടി, ഏലക്കായ, കറുകാപ്പട്ട, പട്ട, പൂവ്, നാരങ്ങ, 2 തക്കാളി, വലിയ തക്കാളി, മല്ലിയില, പുതിനയില, തൈര്. ബീഫ് 1.5 കിലോ ബീഫാണ്. കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലോട് കൂടിയ ബീഫ് എടുക്കാം, എല്ലില്ലാത്ത ബീഫായാലും കുഴപ്പമില്ല. ഇഞ്ചി 2 ടീസ്പൂൺ, വെളുത്തുള്ളി 2 വലിയ വെളുത്തുള്ളി, പച്ചമുളക് 8 9, നിങ്ങളുടെ എരിവനുസരിച്ച് ഇടാം, കൂടരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്, നെയ്യ് ആവശ്യത്തിന്. ഇത് മുഴുവനൊന്നും വേണ്ട, ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. 6 സബോള, ഇതിൽ 2 നമുക്ക് പിസ്ത ഉണ്ടാക്കാൻ ആവശ്യമുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ അരി നന്നായി കഴുകി സ്ട്രെയിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി അരച്ചെടുക്കണം. ഒരുപാട് അരയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചമുളക് 2ആയി മുറിക്കാം, അല്ലാതെയും ചതച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് നന്നായി നമുക്ക് ചതച്ചെടുക്കാം. ഇതാ ഇങ്ങനെ ഇരിക്കും ചതച്ചെടുത്തു കഴിഞ്ഞാൽ. ഒരുപാട് ചതയ്ക്കാൻ പാടില്ല, ചെറുതായി ചതച്ചാൽ മതി. ഒരു കുക്കറിൽ നമുക്ക് ബീഫ് വേവിക്കാൻ വയ്ക്കാം. ആദ്യം ബീഫ് ഇട്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, മല്ലിയില, പുതിനയില 1 ടീസ്പൂൺ. നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയിൽ നിന്നാണ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ എടുത്തത്. വേറെ മല്ലിയിലയൊന്നും വേണ്ട, അതിൽ നിന്ന് തന്നെ എടുത്താൽ മതി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നേരത്തെ ചതച്ച് വെച്ചതിൽ നിന്ന് ഓരോ ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. തവി കൊണ്ട് മിക്സ് ചെയ്യാം, കൈ കൊണ്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഫോൺ പിടിക്കാവുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ തവി കൊണ്ട് മിക്സ് ചെയ്യുന്നത്. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം വെയിറ്റ് വയ്ക്കുക. 4 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊരു പാനിൽ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒരു 4 5 ടീസ്പൂൺ ആയിരിക്കണം, കൂടരുത്. നെയ്യ് 1.5 ടീസ്പൂൺ. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഓൾ സ്പൈസസ് അതിലിടുക. അത് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിയിട്ട് വറുത്തെടുക്കാവുന്നതാണ്. കരിയാതെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഏകദേശം നന്നായി ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരി എടുക്കാം. അരി മെല്ലെ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. 2 തണ്ട് കറിവേപ്പില ഇതിലിടണം. നമ്മൾ റൈസ് ഫ്രൈ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആവും, പിന്നെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഒരു 5 6 7 മിനിറ്റായി. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒഴിക്കാൻ സമയമായി. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. 6 കപ്പ് വെള്ളമാണ്. ഇത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യമായ ഉപ്പിടുക. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഉപ്പ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളത്തേക്കാളും കുറച്ച് മുന്നിട്ട് നിൽക്കണം ഉപ്പ്. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ നീരൊഴിക്കാം.
ഒരു മുറി നാരങ്ങ നീര്, പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യ്. നമ്മളെ ചോറ് ഒന്നുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് കറക്റ്റ് വെന്തിട്ടുണ്ട്, ഒന്നും തമ്മിൽ ഒട്ടിയിട്ടില്ല. ഇനി നമുക്കൊരു ബിരിയാണി പോട്ട് എടുക്കാം. അതിലേക്കൊരു 4-5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഒരു 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം കിസ്മിസ് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്ക് കിസ്മിസ് പെട്ടെന്ന് ഫ്രൈ ആവും. അപ്പോൾ നമ്മുടെ കിസ്മിസ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. അതേ എണ്ണയിൽ തന്നെ നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മളെ കാഷ്യൂനട്ടും ഏകദേശം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. കാഷ്യൂനട്ട് ഫ്രൈ ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ കാഷ്യൂനട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഗാർണിഷിന് ആവശ്യമായ ഉള്ളിയാണ്, 2 വലിയ ഉള്ളിയാണിത്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും കാഷ്യൂനട്ട് മുന്തിരി നന്നായി ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ബാക്കിയുള്ള എണ്ണയിൽ മസാലയ്ക്കുള്ള ഉള്ളി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. 4 സബോള അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നന്നായി വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം എടുക്കുന്നതാണ്. ഒരു 6-7 മിനിറ്റ് വരും നമ്മുടെ ഉള്ളി ഒന്ന് വാടി വരാൻ. ഇപ്പോൾ ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാടി കറക്റ്റ് അളവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നേരത്തെ ചതച്ചു വെച്ചത് അതിലേക്ക് ഇടാം. ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5-6. നമ്മുടെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണം മാറി. ഇനി 2 തക്കാളി, വലിയ തക്കാളി അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ തക്കാളിയാണെങ്കിൽ 3 എണ്ണം ഇടണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ്. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 2 തണ്ട് കറിവേപ്പില അതിലേക്ക് ഇടാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് ഒരു 4-5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് മസാലയൊക്കെ സെറ്റാവുന്നവരെ വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ തൈര് ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ആ ബീഫ് വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിയില, 1 ടീസ്പൂൺ പുതിന ഇല ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ആയിരിക്കുന്നുണ്ട്. അതുപോലെ മസാലയും നമുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസിൽ നിന്ന് പകുതി ഭാഗം റൈസ് ഈ മസാലയുടെ മുകളിൽ ഇടുക. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇടുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ റൈസ് ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന വിധത്തിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, കാഷ്യൂനട്ട്, കിസ്മിസ്
അതിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവട്ടെ. ഇനി നമുക്ക് നമ്മുടെ മല്ലിയിലയിൽ നിന്നും പുതിനയിലയിൽ നിന്നും പകുതി എടുത്ത് ഇതിലേക്ക് ഇടാം. ഫ്രൈ ചെയ്തതും പകുതി ഇട്ടാൽ മതി, ഫുള്ളായിട്ട് ഇടരുത്. ഇനി അല്പം ഗരം മസാല, ഒരു അര ടീസ്പൂണോളം എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇടാം. ഇത്ര മതിയാവും. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റൈസ് നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്യുക. ബാക്കിയുള്ള ഫുൾ റൈസും അതിലേക്ക് ഇടുക. അതിനുശേഷം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് ഫ്രൈഡ് ഓണിയനും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇടുക. മല്ലിയില, ഗരം മസാല എല്ലാതും നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദമ്മ് ചെയ്യാൻ. 10 മിനിറ്റിനും കൂടരുത്, ലോ ഫ്ലെയിമിലായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, അടി കരിയരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അടിയിലൊരു പാത്രം വെക്കാം. ഞാനിപ്പോൾ ദം ചെയ്യാൻ വേണ്ടി നല്ല സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടി ഒരു വലിയ എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ദമ്മായിട്ടുണ്ട്, ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മെല്ലെ അടിയിൽ നിന്ന് എടുക്കാം. മെല്ലെ എടുക്കണം, ഒരുപാട് കുത്തി ഉടയ്ക്കരുത്. മെല്ലെ മെല്ലെ അടിയിലാവും നമ്മുടെ മസാല. മുകളിൽ ഫുൾ റൈസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലിട്ട് കാണിക്കാം. ക്യാമറ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കാണിച്ചു തരാത്തത്. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫുൾ മിക്സ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല മാത്രം മാറ്റാം. ഇതാ നമ്മുടെ സ്പെഷ്യൽ ഈസി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക, കമൻ്റ് അയയ്ക്കുക.